മക്കളെ, നമുക്കിന്ന് ഒരു പുതിയ ചാപ്റ്റർ എടുക്കാം. അതിൻ്റെ പേരാണ് വൈറ്റ് ക്യാപ്പ്. ലോക് ബാബുവാണ് ഈ കഹാനി എഴുതിയിരിക്കുന്നത്. ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു കഹാനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിന് താഴെയായിട്ടൊരു ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട്. ചിത്ര ദേഖേം और बताएं ലഡ്ക ആകെ ലേ ക്യോ ബൈഠാ ഹോഗ. ചിത്രം നോക്കൂ, എന്നിട്ട് പറയൂ ഈ ആൺകുട്ടി എന്തിനായിരിക്കാം ഒറ്റയ്ക്കിരിക്കുന്നത്. കുറേ കുട്ടികൾ ഇവിടെ കളിക്കുന്നുണ്ട് അല്ലേ, എല്ലാവരും കൂടെ ചേർന്ന് കളിക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടി കുറച്ച് മാറിയിട്ട് ഒറ്റയ്ക്കിരിക്കുന്നു. എന്തായിരിക്കാം അതിന് കാരണം എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ സങ്കല്പിച്ചിട്ട് അതിനൊരു ഉത്തരം കൊടുക്കുക. ഒരു പക്ഷേ ആ കുട്ടിക്ക് കളി അറിയാത്തത് കൊണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ അവൻ അവിടെ പുതിയ താമസക്കാരനായിരിക്കാം. അല്ലെങ്കിൽ എന്താ പറയുന്നത്, സാമ്പത്തിക അസമത്വം കാരണമായിരിക്കാം. ഓക്കെ, ഇനി നമ്മൾക്ക് പാഠത്തിലേക്ക് പോവാം. പാഠത്തിൻ്റെ പേരാണ് വൈറ്റ് ക്യാപ്പ്. ലോക് ബാബുവാണ് ഈ കഹാനി എഴുതിയിരിക്കുന്നത്. ഈ കഹാനിയിലെ മുഖ്യ കഥാപാത്രമാണ് കേശവ് എന്ന കുട്ടി. കേശവ് തൊഴിലാളി വർഗത്തിൻ്റെ പോരാട്ടവും ദാരിദ്ര്യവും നിറഞ്ഞ ഒരു ജീവിതമാണ് ലേഖൻ ഇവിടെ വരച്ചു കാട്ടുന്നത്. തൊഴിലാളി വർഗത്തിലെ ദരിദ്ര കുടുംബത്തിലെ ഒരു കുട്ടിയായിരുന്നു കേശവ്. അവൻ നിഷ്കളങ്കതയും സഹിഷ്ണുതയും നിറഞ്ഞ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു കേശവ് എന്ന കുട്ടി. ഈ കേശവ് എന്ന കുട്ടിയുടെ കഥയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ പേരാണ് വൈറ്റ് ക്യാപ്പ്. നോക്കാം. നയി ബസാഹട്ടോं के कारण हर साल शहर की शक्ल बदल जाती थी. നയി ബസാഹട്ട് എന്ന് പറഞ്ഞാൽ പുതിയ വാസസ്ഥലങ്ങൾ. പുതിയ ബസാഹട്ടോ പറഞ്ഞാൽ വാസസ്ഥലങ്ങൾ. കാരണം കെട്ടിടങ്ങൾ എന്നൊക്കെ പറയാം കേട്ടോ. പുതിയ പുതിയ വാസസ്ഥലങ്ങൾ അല്ലെങ്കിൽ പുതിയ കെട്ടിടങ്ങൾ കാരണം. ഹർ സാൽ ഓരോ വർഷവും. ഷഹർ കി പട്ടണത്തിൻ്റെ. ശക്ല് ബദൽ ജാതിഥി. ശക്ല് ബദൽ എന്ന് പറഞ്ഞാൽ മുഖച്ഛായ മാറുക. ശക്ല് ബദൽ ജാതിഥി മുഖച്ഛായ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് രൂപം മാറുന്നു. ഓരോ വർഷവും അവിടെ പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ആ പട്ടണത്തിൻ്റെ രൂപം തന്നെ മാറുന്നു. निर्माणाधीन इमारतों में काम करने वाले मजदूरों का गांव इतनी दूर था कि वे रोज वहां लौट नहीं सकते थे. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ഗ്രാമം വളരെ ദൂരെയായിരുന്നു. അവർക്ക് നിത്യവും അവിടെ നിന്ന് തിരിച്ചു വരിക. ലൗട്ട് നെഹി സക്തെ, അവിടേക്ക് പോയി തിരിച്ചു വരിക. എല്ലാ ദിവസം പണി കഴിഞ്ഞിട്ട് വൈകുന്നേരം പോയിട്ട് തിരിച്ചു വരൂലേ, അങ്ങനെ പോയി തിരിച്ചു വരാൻ പറ്റിയ അത്ര ദൂരത്തിലായിരുന്നില്ല അവർ. നെഹി സക്തേത, അതിനവർക്ക് സാധിക്കുമായിരുന്നില്ല. ऐसे मजदूर निर्माणाधीन इमारतों के पास पास ही किसी कोने में अपनी गठरियां रखकर. ऐसे मजदूर ഇങ്ങനെയുള്ള തൊഴിലാളികൾ. നിർമ്മാണാധീൻ ഇമാരത്തോം കെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളിലെ ആസ്പാസ് ഹി അടുത്ത് തന്നെയായിട്ട് കിസി കോനേം ഏതെങ്കിലും മൂലയിൽ അപ്പനീ ഗട്ടരിയാം സ്വന്തം കെട്ടുകളൊക്കെ അവരുടെ സാധനങ്ങളൊക്കെ രഘുക്കർ വച്ചിട്ട്, ചൂൽഹ ജല സുൽഗാക്കർ അടുപ്പ് കത്തിച്ചിട്ട്, ഭോജൻ ബനാത്തെ ഭക്ഷണമുണ്ടാക്കും, ഗാത്തെ കഴിക്കും, ഓർ രാത്ത് ഗുസർത്തെ രത്തെ രാത്രി അവിടെ കഴിച്ചു കൂട്ടും. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ഇങ്ങനെയുള്ള തൊഴിലാളികൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളിൽ തന്നെ അവരെന്ത് ചെയ്യും, ഒരു മൂലയിൽ അവർ താമസിക്കും. അവരവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കും. അടുപ്പ് കത്തിക്കും, അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കും. അത് കഴിച്ചിട്ട് അവരവിടെ തന്നെ കഴിച്ചു കൂട്ടും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഇനി മസ്തൂർ പഹരേദാരോമേ ഏക് പരിവാർ കേശവ് കാ ബീത. ഈ തൊഴിലാളി വർഗങ്ങളിലെ ഒരു കുടുംബം ആരുടേതായിരുന്നു? കേശവിൻ്റെതായിരുന്നു. ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. അതിലുള്ള ഒരു കുടുംബം കേശവിൻ്റെതായിരുന്നു. കേശവ് 8 साल का छोटा सा नाटा सा सांवला सा लड़का था. കേശവ് 8
8 വയസ്സുള്ള ചോട്ടാസ, ചെറിയ കുട്ടി, 8 വയസ്സുള്ള ചെറിയ കുട്ടിയാണ്. പോരാതെ നാട്ട പൊക്കം കുറഞ്ഞ കുട്ടിയായിരുന്നു അവൻ. സാമ്പളാസ ലടുക്കാത, പിന്നെ അവൻ ഇരുണ്ട നിറത്തിലുള്ള കുട്ടിയായിരുന്നു. സാമ്പളാസ, ഇരുണ്ട നിറവും പൊക്കം കുറഞ്ഞതുമായ ഒരു ചെറിയ കുട്ടിയായിരുന്നു ആര്? കേശവ്. 8 വയസ്സ് മാത്രമാണ് അവന്റെ പ്രായം. उसके माता पिता बेमेतरा जिले के किसी गांव से यहाँ पहुंचे थे. അവന്റെ മാതാപിതാക്കൾ ബേമേത്തര ജില്ലയിൽ നിന്നും ബേമേത്തര ജില്ലയിലുള്ള കിസി ഗാവ്സ്, ഏതോ ഗ്രാമത്തിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നതായിരുന്നു. എവിടെ നിന്നാണ് മാതാപിതാക്കൾ വന്നത്? ബേമേത്തര ജില്ലയിലുള്ള ഏതോ ഗ്രാമത്തിൽ നിന്നാണ് അവരിവിടെ എത്തിച്ചേർന്നത്. फरवरी माह के अंत में जब गर्मी अपने पाँव पसारने लगी थी, तीसरी कक्षा की अपनी वार्षिक परीक्षा दे चुकने के बाद केशव अपने दादाजी से माता पिता के पास शहर जाने की जिद कर बैठा. ഫെബ്രുവരി മാസ അവസാനത്തിൽ ഗർമി അപ്പനി പാവ് പസാർനെ ലഗീതി, അതായത് ചൂടുകാലം തുടങ്ങിയ സമയത്ത് എന്നർത്ഥം, വേനൽ ആരംഭത്തിൽ. തീസരി കക്ഷാക്കി അപ്പനി വാർഷിക പരീക്ഷ ദേ ചുക്കനെ കെ ബാദ്, 3ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷ എഴുതി കഴിഞ്ഞതിനു ശേഷം കേശവ്, പരീക്ഷ ദേ ചുക്കനെ കെ ബാദ് പറഞ്ഞ കഴിഞ്ഞതിന് ശേഷം കേശവ് അപ്പനെ ദാദാജിസെ, കേശവ് തൻ്റെ ദാദാജിയോട്, മുത്തശ്ശനോട്, മാതാപിതാക്കെ പാസ് ഷഹർ ജാനേക്ക് സിദ് കർ ബൈട്ട, മാതാപിതാക്കന്മാരുടെ അടുത്തേക്ക്, പട്ടണത്തിലേക്ക് പോവാൻ വേണ്ടി ശാഠ്യം പിടിക്കാൻ തുടങ്ങി. മാതാപിതാക്കെ പാസ്, മാതാപിതാക്കന്മാരുടെ, അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക്, ഷഹർ ജാനേക്ക്, ഷഹർന പട്ടണം, പട്ടണത്തിൽ പോകാൻ, സിദ് കർണ പറഞ്ഞ ശാഠ്യം പിടിക്കുക, വാശി പിടിക്കാൻ തുടങ്ങി. बुढ़ापे में बचा गुचा दिमाग जब पोते ने कुदरना शुरू किया तो, ബുട്ടാപ്പയമേ ബച്ചാ ഗുച്ച ദിമാഗ് എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിൽ അവശേഷിച്ച ജീവിതകാലം എന്നാണ് അർത്ഥം. ബച്ചാ ഗുച്ച ദിമാഗ് എന്ന അവശേഷിച്ച തലച്ചോറ് എന്ന് പറയാം. അതായത് അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലമാണ്. ഇനി വാർദ്ധക്യത്തിൽ അവശേഷിച്ചിട്ടുള്ള ജീവിത സമയം. ജബ് പോത്തിനെ കുദർന ശുരൂക്കിയാത്തോ, ആ പുത്രൻ എങ്ങനെ ശല്യം ചെയ്യാൻ തുടങ്ങും, അങ്ങനെ വാശി പിടിച്ചിട്ട് ഇങ്ങനെ മുത്തശ്ശനെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. പോത്തേനെ കുദർന ശുരൂക്കിയാത്തോ, ദിമാഗ് കുദർന എന്ന് പറഞ്ഞാൽ ശല്യം ചെയ്യുക. ദിമാഗ് കുദർന എന്ന് പറഞ്ഞാൽ വളരെയധികം ശല്യം ചെയ്യുക, അതായത് പീഡിപ്പിക്കുക എന്നൊക്കെ പറയും. ഇങ്ങനെ പോകാൻ വേണ്ടി ഇങ്ങനെ ചാടിയും പിടിച്ച് മുത്തശ്ശനങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ശുരു കിയാത്തോ ഹദാഷ് ഉസ്കെ ദാദാജിനെ, അങ്ങനെ ശല്യം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ ഹദാഷ് നിരാശനായ ഉസ്കെ ദാദാജീനെ, ഉസ്സെ ബസ് മേ, നിരാശനായ അവൻ്റെ ദാദാജി മുത്തശ്ശൻ അവനെ ബസ്സിലിരുത്തിയിട്ട് യഹാം ഉസ്കെ മാതാപിതാക്കെ പാസ് ലാ ചോട, ഇവിടെ അവൻ്റെ മാതാപിതാക്കന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു ഇട്ടു. അങ്ങനെയാണ് കേശവ് ഇവിടെ എത്തിയതെന്നാണ് പറയുന്നത് കേട്ടോ. കേശവ് എങ്ങനെയാണ് ഇവിടെ എത്തിയത്? മുത്തശ്ശൻ്റെ അടുത്ത് സ്കൂളിൽ പഠിക്കുകയായിരുന്ന കേശവ് അവിടെ നിന്ന് വേനൽ അവധിയായപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും അരികിലേക്ക് വരാൻ വേണ്ടി വാശി പിടിച്ചു. മുത്തശ്ശൻ അവനെ അവിടെ നിന്നും ഇവിടെ കൊണ്ടുവന്ന് വിടുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? यहाँ आकर केशव दिन भर के लिए परिवार के अस्थायी ठहरे में अकेले पड़े रहने को मजबूर था. യഹാം ആക്കർ, ഇവിടെ എത്തിയിട്ട്, ഇവിടെ വന്നിട്ട്, കേശവ് ദിൻ ഭർ കെ ലിയെ, കേശവ് ദിവസം മുഴുവൻ, പരിവാർക്കെ അസ്ഥായി ടെരേമെ, കുടുംബത്തിൻ്റെ അസ്ഥായി താൽക്കാലികമായിട്ടുള്ള കുടിൽ, അസ്ഥായി ടെരേ പറഞ്ഞാൽ താൽക്കാലിക കുടിലിൽ, അകേലെ പടേ രഹിനേക്കോ മസ്ബൂർദ, ഒറ്റയ്ക്ക് താമസിക്കുക. അവിടെ അച്ഛനും അമ്മയും ജോലിക്ക് പോകും, അപ്പം പിന്നെ അവിടെ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരും. ആർക്ക്? കേശവന്. അപ്പോൾ അവൻ അവിടെ ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ മസ്ബൂർദ, നിർബന്ധിതനായിരുന്നു.
आखिर कुछ दिनों अकुलाते पड़े रहने के बाद केशव उस डेरे से बाहर निकला. ആക്കിർ അവസാനം അങ്ങനെ അവൻ കുറേ ദിവസം അവരുടെ ആ കുടിലില് ഒറ്റയ്ക്ക് താമസിച്ചു. അവസാനം അവൻ എന്ത് ചെയ്തു? കുച്ച് ദിനോക്കെ ബാദ് കുറച്ച് ദിവസത്തിന് ശേഷം അകുലാത്തെ പടേ രഹിനേക്കെ ബാദ് കുറച്ച് ദിവസം അവൻ എങ്ങനെയായിരുന്നത്? അകുലാത്തെ പരിഭ്രമിച്ചിരിക്കുക, പേടിച്ചാണ് അവിടെ അങ്ങനെ ഇരുന്നത്. ആ വീട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കുകയാണ്, പേടിച്ചിരിക്കുകയായിരുന്നു. പുറത്തേക്കൊന്നും പോവാതെ, അവിടെയൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് അവൻ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. അങ്ങനെ പേടിച്ചാരണ്ട് കുറച്ച് ദിവസം താമസിച്ചെങ്കിലും അവസാനം അവൻ എന്ത് ചെയ്തു? കേശവ് ഉസ് ഡേരേസെ ബാഹർ നികല, അവൻ ആ കുടിലിന് പുറത്തിറങ്ങി. അവർ താൽക്കാലികമായിട്ട് കെട്ടിയുണ്ടാക്കിയ കുടില്, അതിൻ്റെ പുറത്തേക്ക് അവൻ ഇറങ്ങി. ആസ് പാസ് കി ദൂസരി കോളനിയോ കെ ഉസ്നെ ചക്കർ ലഗായി, അരികിൽ അതായത് അയൽപക്കത്തുള്ള അവരുടെ ആ കുടിലിൻ്റെ അടുത്തുള്ള ഏകദേശം എല്ലാ മറ്റു കോളനികളിലൊക്കെ അവൻ്റെ കുടിലിൻ്റെ അരികിലായിട്ടുള്ള മറ്റു കോളനികളിൽ അവൻ കറങ്ങി നടന്നു. അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ കറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. കറങ്ങി നടക്കാൻ തുടങ്ങി. ഫിർ ഏക്ക് कॉलोनी के पास लड़कों को क्रिकेट खेलता देखकर टहर गया. അങ്ങനെ അവൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പിന്നീട് ഫിർ ഏക്ക് കോളനി കെ പാസ്, ഒരു കോളനിയുടെ അടുത്ത് ലഡുക്കോക്കോ ക്രിക്കറ്റ് ഖേൽത്താ ദേക്കർ, ആൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടിട്ട് ടെഹർ ഗയ, നിന്നു. അങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് കുറച്ച് കുട്ടികൾ അവിടെ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടത്. അത് കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ അവിടെ നിന്നു. ബഹദൂർ ഏക്ക് നീം കെ പേട് കെ നീച്ചെ ഛായാമയം ബൈഠ് ഗയ, അവൻ ദൂരെ, അവർ കളിക്കുന്നതിൻ്റെ ദൂരെ കുറച്ച് മാറി നിന്നിട്ട് ഏക്ക് നീം കെ പേട് കെ നീച്ചെ, ഒരു നീം വേപ്പ് മരമാണ് നീം കേട്ടോ, വേപ്പ് മരത്തിൻ്റെ താഴെ തണലിൽ അവൻ അങ്ങനെ ഇരുന്നു. ഛായ പറഞ്ഞ തണൽ, നീച്ചെ താഴെ. ബാക്കി ലടുക്കെ നിശ്ചിന്ത് ഹോക്കർ ക്രിക്കറ്റ് ഖേൽത്തെ രഹേ, ബാക്കി കുട്ടികളെല്ലാം, അവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന ആൺകുട്ടികളെല്ലാം നിശ്ചിന്ത് ഹോക്കർ, മറ്റു ചിന്തയൊന്നുമില്ലാതെ ക്രിക്കറ്റ് കളിയിൽ മുഴുകി അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കേശവ് അബ് റോസ് दिन में लड़कों का गेल देखने उधर आने लगा. കേശവൻ അങ്ങനെ നിത്യവും, റോസ് എല്ലാ ദിവസവും, നിത്യവും അവൻ ലഡുക്കോങ്ക ഗേൽ ദേക്കിനെ, ആ കുട്ടികളുടെ കളി കാണാൻ, ഉദർ ആനേലക, അങ്ങോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ അവനെന്ത് ചെയ്യാൻ തുടങ്ങി? എല്ലാ ദിവസവും ഈ കുട്ടികളുടെ കളി കാണാൻ വേണ്ടി അവിടേക്ക് വരാൻ തുടങ്ങി. नीम के नीचे बैठे अपना गेल देख रहे केशव को लड़कों ने कुछ दिनों अपने गेल में तो शामिल नहीं किया. നീം കെ നീച്ചെ ബൈഠ് അപ്ന, ആ നീം ആര്യവേപ്പ് മരത്തിൻ്റെ താഴെ ഇരുന്നിട്ട് കളി കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റു കുട്ടികൾ കളിക്കുന്നത് കാണാനാണല്ലോ അവൻ അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ മറ്റു കുട്ടികളുടെ കളി കണ്ടുകൊണ്ടിരിക്കുന്ന കേശവിനെ, ലഡുക്കോനെ, ആ ആൺകുട്ടികൾ, കുച്ച് ദിനവും അപ്പനെ ഗേൽമേ തോ ഷാമിൽ നെഹിങ്കിയ, കുറച്ച് ദിവസത്തേക്കൊന്നും അവനെ അവരുടെ കളികളിലൊന്നും പങ്കെടുപ്പിച്ചില്ല. അവൻ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എങ്കിലും അവനെ അവരുടെ കൂട്ടത്തിൽ ചേർത്തില്ല, കളിക്കാൻ വിളിക്കുകയോ ഒന്നും ചെയ്തില്ല. അവൻ എല്ലാ ദിവസവും വന്ന് കളി കണ്ട് അവിടെ അങ്ങനെ ഇരിക്കും, തിരിച്ചു പോവും, പിറ്റേ ദിവസം വരും. അവരുടെ കളി കാണാൻ വേണ്ടി എല്ലാ ദിവസവും തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നു. മഗർ ഉസെ അപ്പനി ഹൻസി മസാഖ് കാ വിഷയ് സരൂർ ബനാ ലിയാ താ, പക്ഷേ അവർ, ആ കളിക്കുന്ന കുട്ടികൾ, അപ്പനി ഹൻസി മസാഖ് കാ വിഷയ്, അവരുടെ തമാശയുടെ വിഷയത്തിൽ, അതായത് പരിഹാസപാത്രമായിട്ട് അവനെ കളിയാക്കുന്ന വിഷയത്തിലേക്ക് സെരൂർ ബനാലിയാത, തീർച്ചയായും അവനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ കേശവിനെ ആ കുട്ടികൾ എന്താ ചെയ്യുന്നത്? കളിയാക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ കളി കാണാൻ വേണ്ടി വന്നിരിക്കുന്ന കേശവിനെ ആ കുട്ടികൾ കളിയാക്കി ചിരിക്കാറുണ്ടായിരുന്നു, പരിഹസിക്കുമായിരുന്നു അവനെ എന്നാണ് പറഞ്ഞത്. गेल में आउट होकर आए और पहले से नियम के नीचे आकर बैठे लड़के बीच बीच में उसकी गोबड़ी पर तबला बजाते.
ഗേൽമേ ഔട്ട് ഹോക്കറായേ. അങ്ങനെ കളിക്കുന്നതിനിടയിൽ അവർ ഔട്ടാവും അല്ലേ. അപ്പം ഈ ഔട്ടായി വരുന്ന കുട്ടികൾ അതുപോലെ തന്നെ പഹലേസെ നീംകെ നീച്ചാക്കർ ബൈട്ടയിലെടുക്കുക. ആദ്യം തന്നെ വേപ്പുമരത്തിന് താഴെ ഇരിക്കുന്ന കുട്ടികൾ, ഈ കേശവ് കളി കാണാൻ വേണ്ടി വന്നിരിക്കുന്ന വേപ്പുമരം, ആ വേപ്പുമരത്തിന്റെ താഴെ ആദ്യം തന്നെ കുറച്ച് കുട്ടികൾ ഇരിക്കുന്നുണ്ടായിരിക്കും. അവരും അതുപോലെ തന്നെ കളിക്കുന്ന സമയത്ത് ഔട്ടായി വരുന്ന കുറച്ച് കുട്ടികൾ, അവരും എന്ത് ചെയ്യും? ലടുക്കെ ബീച്ച് ബീച്ച് മെസ്കി ഗോപടീപ്പർ തബല ബജാത്ത. ഇടയ്ക്കിടയ്ക്ക് ഈ കേശവിന്റെ തലയിൽ തബല വായിക്കും. അവന്റെ തലയിൽ ഇങ്ങനെ തബല വായിക്കുന്നത് പോലെ ഇങ്ങനെ കൊട്ടും. ഗോപടി പറഞ്ഞ തല, ഉസ്കി ഗോപടി പർ അവന്റെ തലയിൽ തബല ബജാത്തെ തബല വായിക്കും. കബി മസാഖ് മേ സിർ പർ ഹാത്ത് ബി സമാ ലേത്തെ. ഹാത്ത് സമാന പറഞ്ഞാൽ മാറിന അടിക്കുക, ഹാത്ത് സമാന പറഞ്ഞാൽ മാറിന അടിക്കുക. കബി മസാഖ് മേ സിർ പർ ഹാത്ത് ബി സമാ ദേത്തെ. ഇടയ്ക്ക് തമാശ രൂപത്തിൽ അവന്റെ തലയ്ക്കടിക്കുകയും ചെയ്യും. തോ മസാഖ് പറഞ്ഞ തമാശ കേട്ടോ. തോ ബി കേശവ് മുസ്കരാത്ത രഹത്ത. എങ്കിലും കേശവ് എന്ത് ചെയ്യും? പുഞ്ചിരിച്ചുകൊണ്ടിരിക്കും. അവൻ അതിനൊക്കെ ചിരിക്കുക മാത്രമാണ് ചെയ്യുക. കുച്ച് ബെഡേലെടുക്കെ സഹാനുഭൂതി ജതാത്തെ. കുറച്ച് വലിയ കുട്ടികൾ അവനോട് സഹാനുഭൂതി പ്രകടിപ്പിച്ചു. ജതാത്തെ പറഞ്ഞാൽ പ്രകടിപ്പിക്കുക. ഇത് കണ്ടിട്ട് ആ കൂട്ടത്തിൽ കുറച്ച് മുതിർന്ന കുട്ടികളുണ്ട്. ആ മുതിർന്ന കുട്ടികൾ എന്ത് ചെയ്തു? അവനോട് സഹാനുഭൂതി പ്രകടിപ്പിച്ചു. ജതാന പ്രകടമാക്കുക എന്നാണ് അർത്ഥം. സഹാനുഭൂതി പ്രകടിപ്പിച്ചുകൊണ്ട് എന്താ പറഞ്ഞത്? ഉസ്കി ഗോപടിക്ക് പീച്ചെ മത്ത് പടോ യാർ ദുഃഖതാ ഹോഗ. അവന്റെ തലക്കിട്ട് ഇങ്ങനെ അടിക്കാതെടോ. യാർ പറഞ്ഞ എടോ, അവന്റെ തലയ്ക്കൊന്നും ഇങ്ങനെ അടിക്കാതെടോ. ദുഃഖതാ ഹോഗ, വേദനിക്കും. അങ്ങനെ തലയ്ക്ക് അടിച്ച എന്താവും? വേദനിക്കുമെന്ന് മുതിർന്ന കുട്ടികൾ പറഞ്ഞു. कुछ दिनों में वह लड़कों के गेल की जरूरत भी बन गया था. कुछ दिनों में കുറച്ച് ദിവസത്തിനുള്ളിൽ വഹ് അവൻ ലഡ്കോങ്കെ ഗേൽ കി സരൂരത്ത് ബി ബൻ ഗയാദ. ആ കുട്ടികളുടെ കളിയിൽ ഒരു പ്രധാന ഘടകമായി മാറുക തന്നെ ചെയ്തു. किसी लड़के के समय पर न पहुंचे पर वे केशव को उसके घर बुलवाने भेजने लगे. किसी लड़के के समय पर न पहुंचने पर. ഏതെങ്കിലും കുട്ടികൾ സമയപ്പർ ന പഹുഞ്ചനെ പർ, സമയത്ത് എത്തിയിട്ടില്ല എങ്കിൽ, സമയപ്പർ സമയത്തിന്, ന പഹുഞ്ചന എത്താതിരിക്കുക, സമയത്തിന് എത്താതിരിക്കുകയാണെങ്കിൽ, വേ കേശവുക്കോ അവർ കേശവിനെ, ഉസ്കെ ഗർ അവരുടെ വീട്ടിലേക്ക്, നേരത്തിന് സമയത്തിനെത്താത്ത കുട്ടികളുണ്ടല്ലോ കളിക്കാൻ വേണ്ടി വരുന്നവരിൽ സമയത്തിനെത്താത്ത കുട്ടികളുടെ വീട്ടിലേക്ക്, ബുൽവാനെ ബേജിനേലകെ വിളിപ്പിക്കാൻ, അവരെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി അയക്കാൻ തുടങ്ങി. കുറേ ദിവസം അവിടെ കളി കാണാനിരുന്ന കേശവിനെ ഈ കുട്ടികൾ പിന്നെ എന്ത് കാര്യത്തിനാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്? അവരുടെ കളിക്കാൻ വേണ്ടി വരുന്ന കുട്ടികളിൽ ആരെങ്കിലും സമയത്തിന് എത്താത്തതുണ്ടെങ്കിൽ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീടുകളിലേക്ക് പറഞ്ഞയക്കാൻ തുടങ്ങി. केशव उचक कर अपने नन्हे हाथों से उस लड़के के घर की ऊंची कॉल बेल बजाता. കേശവ് എന്താ ചെയ്യുക? ഈ വിളിക്കാൻ ചെല്ലുന്ന വീട്ടിലെ കുട്ടികളെ വിളിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിരിക്കുന്ന കോൾ ബെൽ എങ്ങനെ അടിക്കും? ചാടിയിട്ട്, ചെറിയ കുട്ടിയാണ്, നീളം കുറഞ്ഞ ആളാണല്ലേ, അപ്പോൾ അവരെ ഉയരത്തിൽ വെച്ചിരിക്കുന്ന ബെല്ലടിക്കാൻ വേണ്ടിയിട്ട് അവൻ ചാടി ആ വീടിൻ്റെ കോൾ ബെൽ അടിക്കുമായിരുന്നു. കേശവ് ഉജക് കർ, ഉജക് എന്ന് പറഞ്ഞാൽ ഉയർന്ന് ചാടുക എന്നാണ് അർത്ഥം. കുതിച്ച് ചാടുക, ഉയർന്ന് ചാടുക എന്നൊക്കെ പറയും. അപ്പോൾ ആ ഉയരത്തിൽ വെച്ചിരിക്കുന്ന ബെല്ല് അടിക്കാൻ വേണ്ടിയാണ് അവനങ്ങനെ ഉയർന്ന് ചാടുന്നത്. അപ്പനെ നന്നെ ഹാത്തോം, നന്നെ പറഞ്ഞാൽ ചെറിയ കൈകൾ, മൃദുലമായ കൈകൾ എന്നൊക്കെ പറയും. ഉസ് ലഡ്കേക്കെ ഗർക്കി ഊഞ്ചി പറഞ്ഞാൽ ഉയരത്തിലുള്ള, ബജാന പറഞ്ഞാൽ മുഴക്കുക, അടിക്കുക. ലഡ്ക ഗുദ് പ്രകട് ഹുവാ തോ ടീക്. ആ കുട്ടി, അവൻ ആരെയാണോ വിളിക്കാൻ ചെന്നത്, ആ വിളിക്കാൻ ചെന്ന കുട്ടി സ്വയം ഇറങ്ങി വരികയാണെങ്കിൽ ശരി, അവൻ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് ആ കുട്ടിയാണ് ഇറങ്ങി വരുന്നതെങ്കിൽ ഓക്കെ. യതി പക്ഷേ
ഉസ്കെ ഗർവാലെ നികലാത്തേത്തോ അവന്റെ വീട്ടിലുള്ള ആരെങ്കിലുമാണ് നികലാത്തേത്തോ പുറത്തേക്ക് വരുന്നതെങ്കിൽ, നികലാന പറഞ്ഞാൽ പുറത്തിറങ്ങി വരിക, പുറത്തേക്ക് വരിക, പുറത്തേക്ക് വരുന്നത് എങ്കിൽ, അവൻ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടിട്ട് പുറത്തേക്ക് ആ കുട്ടിയല്ലാതെ വീട്ടിലുള്ള മറ്റംഗങ്ങൾ ആരെങ്കിലുമാണ് വരുന്നതെങ്കിൽ, केशव को देखकर अपने लड़के को गेलने न भेजने का उनका इरादा और पक्का हो जाता. കേശവനെ കണ്ടാൽ അവര് തൻ്റെ മകനെ കളിക്കാൻ അയക്കുകയില്ല എന്ന അവരുടെ ഇരാദ തീരുമാനം പക്കാ ഹോ ജാത്ത ഉറച്ചതായി തീരും. അവനെ കളിക്കാൻ അയക്കുകയില്ല എന്നവർ ഉറച്ച തീരുമാനത്തോടെ പറയും എന്നാണ് പറഞ്ഞത്. നികലാത്തേത്തോ കേശവക്കോ ദേക്കർ കേശവനെ കണ്ടിട്ട് അപ്പനെ ലടുക്കേക്കോ സ്വന്തം മകനെ ഗേലിനെ എന്ന ബേജിനേക്ക കളിക്കാൻ അയക്കുകയില്ല. ഗേലിന പറഞ്ഞാൽ കളിക്കുക, ഗേലിനെ എന്ന ബേജിന പറഞ്ഞാൽ എന്ന ബേജിന അയക്കാതിരിക്കുക, പറഞ്ഞയക്കാതിരിക്കുക. ഉൻകാ ഇരാദ അവരുടെ തീരുമാനം പക്കാ ഹോജാത്ത ഉറച്ചതായിരിക്കും, ദൃഢമായിരിക്കും. ഗുല്ലു ആജ് ഗേലിനെ നിഹിയും ജായേഗ എന്താണ് അവർ പറയാ? ഗുല്ലു ഇന്ന് കളിക്കാൻ പോകുന്നില്ല. പടായി കരേക പഠിക്കും, അവന് പഠിക്കാനുണ്ട്, അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? പഠിക്കുകയാണ് ചെയ്യുന്നത്, അവന് കളിക്കാൻ വരുന്നില്ല, പോകുന്നില്ല എന്ന് പറയും. തും ബാഗോ യഹാംസേ നീ ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോ എന്ന് വീട്ടുകാർ പറയും. ബാഗ്നാർ ഓടുക, ബാഗോ യഹാംസേ ഓടിപ്പോ ഇവിടെ നിന്ന് എന്ന് പറയും. ആൻറ്റി ഉസ്കെ ദോസ്ത് ബുലാ രഹേ ഹേ കേശവ് മാസൂമിയത്ത് സേ കാത്ത അവരെ നീ ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോ അവൻ കളിക്കാൻ വരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നിഷ്കളങ്കനായ കേശവ് എന്താ പറയാ? ആൻറ്റി ഉസ്കെ ദോസ്ത് ബുലാ രഹാ ഹേ അവൻ്റെ ഫ്രണ്ട്സാണ് വിളിക്കുന്നത്, ഇവൻ്റെ കൂടെയല്ല കളിക്കുന്നതല്ലേ, അവരാണ് ഫ്രണ്ട്സ്, അവർ വേറെ ഒരു കൂട്ടം ഫ്രണ്ട്സുകളുണ്ട്, അവരൊന്നിച്ചാണ് കളിക്കുന്നത്. അപ്പം പറയാണ് ആൻറ്റി അവൻ്റെ ഫ്രണ്ട്സാണ് വിളിക്കുന്നത്. കേശവ് മാസൂമ്യത്ത് സേ കാത്ത കേശവ് നിഷ്കളങ്കനായി പറയും. മാസൂമ്യത്ത് നിഷ്കളങ്കതയോടെ, മാസൂമ്യത്ത് പറഞ്ഞ നിഷ്കളങ്കൻ. കേശവ് മാസൂമ്യത്ത് സേ കാത്ത കേശവ് നിഷ്കളങ്കതയോടെ പറയും. तुमको भागना बोला है फिर भी गड़े हो लगाओ क्या दो झाबड़. തുംകോ ഭാഗ്ന ബോലാ ഹേ നിന്നോട് ഓടാനല്ലേ പറഞ്ഞത്, ഫിർ ബി ഗഡേ ഹോ എന്നിട്ട് ഇവിടെ നിൽക്കുന്നുവോ, ലഗാവോം ക്യാ ദോ ജാബഡ് നിനക്ക് രണ്ടടി വേണോ, നീ ഇവിടെ നിന്ന് പോണെങ്കിൽ നിനക്ക് രണ്ടടി വേണോ എന്ന് ചോദിക്കുകയാണ്. തബ് ഗിലാടി കി കമി കി പൂർത്തി കേശവ് സേ കി ജാത്തി അപ്പോൾ ഗിലാഡിക്ക് കമി കളിക്കാരുടെ, ഗിലാഡി പറഞ്ഞ കളിക്കാർ, കളിക്കാരുടെ കുറവ് പൂർത്തീകരിക്കുന്നത് കേശവായിരിക്കും. മഗർ ദൂർ ഇമാരത്തോം സേ ജാഡിയോം സേ ഗന്തി നാലി സേ ബോൾ ലാനെ കാ സിമ്മ കേശവ് കാ ഹി ഹോത്ത എങ്ങനെയാണ് അവൻ ആ കളിക്കാരൻ്റെ കുറവ് പരിഹരിക്കുന്നത്? മഗർ ദൂർ ഇമാരത്തോം സേ വളരെ ദൂരെയുള്ള കെട്ടിടങ്ങളിൽ, ഇമാരത്തോം പറഞ്ഞ കെട്ടിടങ്ങൾ, ദൂരെയുള്ള കെട്ടിടങ്ങളിലും അതുപോലെ തന്നെ ജാഡിയോം കുറ്റിക്കാടുകളിലും, ജാഡിയോം പറഞ്ഞാല് കുറ്റിക്കാടുകൾ, ദൂരെയുള്ള കെട്ടിടങ്ങളിലും അതുപോലെ തന്നെ കുറ്റിക്കാടുകളിലും, ഗന്തി മഗർ ദൂർ ഇമാരത്തോം സേ പക്ഷേ ദൂരെ കെട്ടിടങ്ങളിലും അതുപോലെ തന്നെ ജാഡിയോം പറഞ്ഞാൽ കുറ്റിക്കാട്, കുറ്റിക്കാടുകളിലേക്കൊക്കെ ബോൾ അടിക്കുന്ന സമയത്ത് തെറിച്ച് പോകൂലേ, ദൂരേക്ക് തെറിച്ച് പോകും. അപ്പോൾ കുറ്റിക്കാടിലും വലിയ വലിയ കെട്ടിടങ്ങളിലും അതുപോലെ തന്നെ ഗന്തി നാലി പറഞ്ഞാൽ അഴുക്കുചാലുകളിലും ബോൾ ലാനേക്ക സിമ്മ കേശവ് കാഹി ഹോത്ത അവിടെയൊക്കെ ബോൾ തെറിച്ച് പോയി, അവിടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആ ബോള് ലാനേക്ക സിമ്മ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം, ലാന പറഞ്ഞാൽ കൊണ്ടുവരിക, ആ ദൂരേക്ക് തെറിച്ച് പോയ ബോള് കൊണ്ടുവരാനുള്ള സിമ്മ ഉത്തരവാദിത്തം കേശവ് കാഹി ഹോത്ത കേശവൻ്റെതായിരുന്നു. ചാഹേ വഹ് ദോനോ ടീമോ മേ കിസി കാ ബി ഹിസ്സ ഹോ അത് രണ്ട് ടീമിലുള്ള ആരുടേതായാലും, രണ്ട് ടീമിലുള്ളതായാലും അവൻ അതിൽ ഭാഗമാകും. ഹിസ്സ
ഹിസ്സാറിന ഭാഗം, അവൻ അതിൻ്റെ പങ്കാളിയാകുമായിരുന്നു. അവൻ്റെ അതിനെ ചെയ്യാനുള്ള ആ രണ്ട് ടീമിൻ്റെയും ഒരു ഭാഗമായിട്ട് നിന്നിട്ടാണ് ഇവൻ അത് ചെയ്യുന്നത്. രണ്ട് ടീമിൽ ബോൾ തെറിച്ച് പോയാലും അവൻ തന്നെയാണ് അത് എടുത്തുകൊണ്ടുവരുന്നത്. അതായിരുന്നു അവൻ്റെ ഉത്തരവാദിത്തം. चाहे वह दोनों टीमों में किसी का भी हिस्सा हो। कई बार उनकी बॉल किसी गूंगार दंपति के हाथे में चली जाती. कई बार പല തവണ അവരുടെ ബോള് കിസി ഗൂങ്കാർ ദമ്പതിക്ക് ഹാത്തേമേ, ഏതോ ഗൂങ്കാർ ക്രൂരരായിട്ടുള്ള ദമ്പതികൾ, കുട്ടികളെ ഭയപ്പെടുത്തുന്ന രീതിയിലൊക്കെ പെരുമാറുന്ന അങ്ങനെയുള്ള ദമ്പതികളുടെ അഹാത്തെ പറഞ്ഞ പുരയിടം, അഹാത്തേമേ പുരയിടത്തിൽ, ചലീജാത്തി എത്ര പ്രാവശ്യമാണ് പറഞ്ഞത്? പല തവണ അല്ലെ? കയ്യബാർ പല തവണ ഈ ക്രൂരരായ ദമ്പതികളുടെ പുരയിടത്തിലേക്ക് ബോൾ തെറിച്ചു പോവാറുണ്ടായിരുന്നു. ജിനേം ലഡുക്കോ കാ ഇതർ ഗേൽനാ ഹി പസന്ത് നഹീത, അവർക്ക് ഈ കുട്ടികൾ ഇവിടെ കളിക്കുന്നത് തന്നെ ഇഷ്ടമായിരുന്നില്ല. ഈ കുട്ടികൾ അവിടെ ആ ഗ്രൗണ്ടിൽ കളിക്കുന്നത് തന്നെ ആ വീട്ടുകാർക്ക് ഇഷ്ടമായിരുന്നില്ല. ബഡേ ലഡുക്കോ കോ വഹാ ബോൾ മാംഗനെ ജാനെ പർ അപമാനിത് ഹോനെ और ബോൾ സെ ഹാത്ത് ദോ ബൈഠനെ കാ ഡർ രഹതാ താ. ബഡേലെടുക്കോങ്കോ അവരുടെ കൂട്ടത്തിൽ കളിക്കുന്ന കൂട്ടത്തിലുള്ള മുതിർന്ന കുട്ടികൾക്ക് വഹാ ബോൾ മാങ്കിനെ ജാനേപ്പർ അവിടേക്ക് ബോൾ ആവശ്യപ്പെട്ട് പോവാൻ, ആ തെറിച്ച് പോയ ബോൾ എടുക്കാൻ വേണ്ടി ബോൾ ആവശ്യപ്പെട്ട് അവിടേക്ക് പോവാൻ, മാങ്കിന പറഞ്ഞാൽ ആവശ്യപ്പെടുക, ബോൾ ആവശ്യപ്പെട്ട് അവിടേക്ക് പോവാൻ അപമാനിത് ഹോനെ, അവരെ അപമാനിക്കും, ആ വീട്ടിലുള്ള ദമ്പതികൾ അപമാനിക്കുന്ന രീതിയിലാണ് സംസാരിക്കുക. അപ്പോൾ അവരെ അപമാനിക്കും എന്ന് കരുതിയിട്ട്, അവർക്ക് അപമാനം തോന്നിയിട്ട് ബോൾസേ ഹാത്ത് ദോ ബൈഠനേക്കാ ഡർ രഹത്താത, കയ്യിൽ നിന്നും ബോള് നഷ്ടപ്പെട്ടു പോകും എന്ന ഭയവും ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോവാൻ അവർക്ക് ഭാരം കൊണ്ട് അവരെ അപമാനിക്കും എന്ന കാരണത്താൽ അങ്ങോട്ട് പോവാനും അവർക്ക് സാധിക്കില്ല. പക്ഷേ ബോൾ നഷ്ടപ്പെടും എന്ന പേടിയും അവരിൽ ഉണ്ടാകുമായിരുന്നു. इसलिए वे कुछ देर रुककर चुपके से केशव को उनके हाथे के अंदर उतारते. ഇക്കാരണത്താൽ ഇസ്ലിയെ ഇതുകൊണ്ട് തന്നെ വേ കുച്ച് ദേർ രുക്കർ അവർ കുച്ച് ദേർ കുറച്ചു നേരം നിന്നിട്ട് ചുബുക്കേസെ മിണ്ടാതെ കേശവിനെ ഉൻകെ ഹാത്തേക്ക് അന്തർ അവരുടെ പുരയിടത്തിന്റെ അകത്തേക്ക് ഉദാർത്തെ ഇറക്കും. केशव बंदर की तरह बॉल को ढूंढकर बाहर उछाल देता और लड़के केशव को वापस अहाते के बाहर गींज लेते. കേശവ് ബന്ദറിനെ പോലെ, ഒരു കുരങ്ങനെ പോലെ ബോൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ബാഹർ ഉച്ചാൽ ദേത്ത പുറത്തേക്ക് ഇട്ടുകൊടുക്കും. ഉജാലന പറഞ്ഞ എറിയുക, പുറത്തേക്ക് എറിഞ്ഞ് കൊടുക്കും. और ലടുക്കെ കേശവ് കോ വാപ്പസ് അഹാത്തെ സെ ബാഹർ ഗീഞ്ച് ലേത്ത. അപ്പൊ ഈ കുട്ടികൾ എന്താ ചെയ്യുക? കേശവനെ വാപ്പസ് അഹാത്തേക്ക് ബാഹർ ഗീഞ്ച് ലേത്തെ, തിരിച്ച് ആ പുരയിടത്തിൽ നിന്നും പുറത്തേക്ക് ഗീഞ്ചിലന വലിച്ച് പുറത്തേക്ക് എടുക്കും. गेल के ज्यादातर समय केशव किनारे बैठा बाकी लड़कों को खेलता देखता रहता. കളിയുടെ കൂടുതൽ സമയവും കേശവ് ആ തീരത്തിങ്ങനെ ഇരിക്കും, അതായത് ആ സൈഡിൽ ഇരിക്കും, അവരുടെ കളി കണ്ടുകൊണ്ട് ആ മരത്തിന് താഴെയായിട്ട് സൈഡിൽ അവിടെ ഇരിക്കും. ബാക്കി കുട്ടികൾ ഗേൽത്ത ദേഖ്ത രഹത്ത, ബാക്കി കുട്ടികൾ കളിക്കുന്നത് നോക്കി അവൻ അവിടെ ഇരിക്കുകയാണ് ചെയ്യാറ്. कोई भी टीम उसे अपनी तरफ ഖിലാനെ കോ തയ്യാർ नहीं होती थी. ഒരു ടീമും അവനെ അപ്പനെ തരഫ് ഖിലാനെ കോ തയ്യാർ നെഹി, അവരുടെ കൂട്ടത്തിൽ ചേർത്ത് കളിക്കാൻ ഖിലാനെ കോ തയ്യാർ നെഹി ഹോത്തി थी, തയ്യാറായിരുന്നില്ല. രണ്ടുപേരും അവനെ ബോൾ എടുക്കാൻ വേണ്ടി പറഞ്ഞയക്കുമായിരുന്നു, പക്ഷേ അവനെ അവരുടെ കൂട്ടത്തിൽ ചേർത്ത് കളിപ്പിക്കാൻ അവരാരും തയ്യാറായിരുന്നില്ല. कई बार केशव ने अपने माता पिता से उसके लिए भी बल्ला और बॉल ഖരീദ് ദേനെ കാ ആഗ്രഹ കിയാത. കയി ബാർ പല തവണ ഈ കുട്ടിക്ക് ക്രിക്കറ്റ് കളിക്കാൻ വളരെയധികം ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ
കई ബാർ കേശവനെ പല തവണ കേശവ് മാതാപിതാസെ അച്ഛനോടും അമ്മയോടും ഉസ്കേ ലിയെ ബി അവനു വേണ്ടി കൂടി ബല്ല ഓർ ബോൾ ബോളും അതുപോലെ തന്നെ ബാറ്റും ബല്ല പറഞ്ഞ ബാറ്റും ബോളും ഗരീദ് ദേനേക്ക വാങ്ങിച്ചു നൽകാൻ ആഗ്രഹിക്കാതെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അച്ഛനോടും അമ്മയോടും പല തവണ അവൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവനും ഒരു ബോളും ബാറ്റും വേണം എന്ന ആഗ്രഹം അവൻ പല തവണയായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മഗർ മാതാപിതാനെ ഉസേ ഡബഡ് ദിയാദ പക്ഷേ മാതാപിതാക്കൾ അവനെ വഴക്കു പറയുകയാണ് ചെയ്യാറ്. അവൻ അവൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ മാതാപിതാക്കൾ എന്താ ചെയ്യുക? അവനെ വഴക്കു പറയാറായിരുന്നു പതിവ്. जब तू अच्छे नंबर से 5वीं പാസ് കർ ലേഗാ തോ ഏക് ബോൾ ഖരീദ് ഹി ദേംഗെ. അവരെന്താ പറയാ? നീ എപ്പോഴാണോ നല്ല മാർക്കോട് കൂടി 5ാം ക്ലാസ് പാസ്സാകുന്നത് തോ എങ്കിൽ ഏക് ബോൾ ഖരീദ് ഹി ദേംഗെ ഒരു ബോൾ നിനക്ക് വാങ്ങിച്ചു നൽകും. ആർ ബല്ല അപ്പോൾ ബാറ്റോ? അപ്പം അവൻ ചോദിക്കും അപ്പോൾ ബാറ്റോ? ഉസ്കെ ബാരെ മേ ബി തബ് സോച്ചെങ്കി അതിനെക്കുറിച്ച് അപ്പോൾ ചിന്തിക്കാം. ഉസ്കെ ബാരെ മേ അതിനെക്കുറിച്ച് തബ് സോച്ചെങ്കി അപ്പോൾ ചിന്തിക്കാം എന്ന് പറയും. ബേച്ചാര കേശവ് ദിൻ കോരു ആംസാപ്പട പാവം കേശവ് ദിവസം മുഴുവൻ കരഞ്ഞുകൊണ്ട് കിടക്കും. അവരങ്ങനെ പറയുമ്പോൾ അവൻ ദിവസം മുഴുവനും കരയും. അവന് ബോളും വേണം ബാറ്റും വേണം. അതിനുവേണ്ടി അവൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. मगर रात को सपने में वह अपने को अक्सर क्रिकेट खेलता देखा करता. പക്ഷേ രാത്രി സ്വപ്നത്തിൽ അവൻ മിക്ക ദിവസങ്ങളിലും അക്സർ മിക്കവാറും ദിവസങ്ങളിൽ അവൻ രാത്രി സ്വപ്നത്തിൽ കാണുമായിരുന്നു അവൻ ക്രിക്കറ്റ് കളിക്കുന്നതായിട്ട്. ക്രിക്കറ്റ് കേൾത്താ ദേക്കാ കറുത്ത ക്രിക്കറ്റ് കളിക്കുന്നതായിട്ട് കാണുമായിരുന്നു. ഉസ്കെ ഹാത്തോമേ നയാ ബല്ല അവൻ്റെ കൈകളിൽ പുതിയ ബാറ്റ് ഉണ്ട്. അവൻ സ്വപ്നം കാണുന്നതാണ് അവൻ്റെ കൈകളിൽ എന്തുണ്ട്? പുതിയ ബാറ്റ്. और सिर पर जक വൈറ്റ് ക്യാപ്പ് ഹോത്തി അതുകൂടാതെ അവൻ്റെ തലയിൽ എന്തും കൂടെ ഉണ്ട്? ജക്ക് തിളങ്ങുന്ന വൈറ്റ് ക്യാപ്പ് തിളങ്ങുന്ന ഒരു വെള്ള തൊപ്പിയും കൂടെ അവനുള്ളതായിട്ട് അവൻ സ്വപ്നത്തിൽ കാണും. മിക്ക ദിവസങ്ങളിലും അവൻ സ്വപ്നം കാണുന്നതാണ്. സ്വപ്നത്തിൽ അവൻ ക്രിക്കറ്റ് കളിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നു. അവൻ്റെ കയ്യിൽ നല്ല ഒരു പുതിയ ബാറ്റ് ഉണ്ട്, തലയിൽ ഒരു വെള്ള തൊപ്പിയുണ്ട്. ടാങ്കോ പർ ശാന്താർ മോട്ടെ പാഡ് കസേ ഹോത്തെ അത് മാത്രമല്ല അവൻ്റെ കാലുകളിൽ ടാങ്കോ പറഞ്ഞ കാലുകളിൽ ശാന്താർ മനോഹരമായ മോട്ടെ പാഡ് കസേ ഹോത്തെ ഒരു തടിച്ച പാഡ് കെട്ടിയിട്ടുണ്ട്. മോട്ടെ മാൻഡക് കി തര ദിഖത്തെ അപ്പനെ ഉസ് രൂപ് കി കൽപ്പന പർ വഹ് മൻ ഹി മൻ മുസ്കരാത്ത. മോട്ടെ മേണ്ടക്കി തടിച്ച തവളയെ പോലെ തോന്നുന്ന അപ്പനെ ഉസ് രൂപക്കോ സ്വന്തം രൂപം. അവൻ നീളം കുറഞ്ഞിട്ടാണ് പറഞ്ഞല്ലോ, ചെറിയതാണ്, ഉയരം കുറഞ്ഞ ആളാണെന്ന്. അപ്പോൾ ആ ഉയരം കുറഞ്ഞിട്ട് ഒരു തടിച്ച തവളയെ പോലെ അവനെ തന്നെ തോന്നാൻ തുടങ്ങി. അവൻ്റെ രൂപം സങ്കല്പിച്ചിട്ട് രൂപയ്ക്ക് കൽപ്പനാപ്പർ അവൻ്റെ രൂപത്തെ സങ്കല്പിച്ച് ബഹുമൻ ഹി മൻ മുസ്കരാത്ത മനസ്സിൻ്റെ ഉള്ളിൽ അവൻ പുഞ്ചിരിച്ചു. दूसरे लड़के चकित हो उसे देखते रहते और वह धनाधन रन पर रन बना रहता होता. അവൻ ഒന്നിന് പിറകെ ഒന്നായിട്ട് നിരന്തരം അങ്ങനെ റണ്ണുകൾ നേടിക്കൊണ്ടിരിക്കുന്നത് കണ്ട് മറ്റു കുട്ടികൾ അവനെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. ദൂസരെ ലടുക്കെ മറ്റു കുട്ടികൾ ചകിത് ഹോ അവരെ അത്ഭുതത്തോട് കൂടിയിട്ട് ഉസേ ദേക്ത അവനെ നോക്കി ദേക്തേ രഹത്തെ നോക്കിക്കൊണ്ടേയിരുന്നു. അവനെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓർ വഹ് ധനാധൻ പറഞ്ഞാൽ നിരന്തരം. അവൻ നിരന്തരം ഒന്നിന് പിറകെ ഒന്നായി റൺ പർ റണ്ണ് ഒരു റണ്ണിന് പിറകെ റണ്ണോട് റണ്ണ് ഇങ്ങനെ നേടുന്നത് കണ്ടിട്ട് മറ്റു കുട്ടികളെല്ലാം അവനെ ആശ്ചര്യത്തോടെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത് അവൻ കണ്ടു. ഏ ചക്ക പറഞ്ഞാൽ 6 റണ്ണ്, ഇത് 6 റണ്ണ്.
ഇത് 4 റൺ. ചൗക്ക പറഞ്ഞാൽ 4 റണ്ണ്. 6 റണ്ണായി 4 റണ്ണ്. അതുപോലെ തന്നെ നെഹി നെഹി നോട്ട് ഔട്ട്, അല്ലല്ല ഞാൻ ഔട്ടായിട്ടില്ല, ഇങ്ങനെയൊക്കെ അവൻ പറയാൻ തുടങ്ങി. ഉറക്കത്തിൽ ഇങ്ങനെ പറയാണ്, 6 റണ്ണായി 4 റണ്ണായി, ഇല്ല ഇല്ല ഞാൻ ഔട്ടായിട്ടില്ല എന്നൊക്കെ അവനെ സ്വപ്നത്തിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി. വഹ് ബെഡ്ബെടാത്തേ ഹുയെ കബി കബി ഉട് ബടുത്താത്തോ, അവനിങ്ങനെ പിറുപിറുത്തുകൊണ്ട്, ബെഡ്ബെടാന പറഞ്ഞാൽ പിറുപിറുക്കുക, അവനിങ്ങനെ പിറുപിറുത്തുകൊണ്ട്, കബി കബി ഇടയ്ക്കിടയ്ക്ക്, ഉട് ബടുത്താത്തോ എഴുന്നേറ്റിരിക്കുമ്പോൾ, ഉസേ മാതാപിതാക്കി അവന് മാതാപിതാക്കളിൽ നിന്നും, ഡാണ്ട് ബി ഗാനിപ്പെടുത്തി വഴക്ക് കേൾക്കേണ്ടതായിട്ടും വരുന്നു. ശകാരം, രണ്ട് പറഞ്ഞ ശകാരം, അതിന് മാതാപിതാക്കളിൽ നിന്നും ശകാരം കേൾക്കേണ്ടി വരുന്നു. इधर कॉलोनी के लड़कों ने होली के नाम से मोहल्ले में चंदा किया, कुछ अपना भी जोड़ा. ഇവിടെ കോളനിയിലെ കുറച്ച് ആൺകുട്ടികൾ ഹോളിക്ക് നാം പർ, ഹോളിയുടെ പേരിൽ, മൊഹല്ലേമെ ആ പ്രദേശത്ത് നിന്ന്, ചന്താക്കിയ, ചന്ത എന്ന സംഭാവന, അവർ സംഭാവന പിരിക്കാറുണ്ടായിരുന്നു. കുച്ച് അപ്പനാ ബീജോട, കുറച്ച് അവരുടേതായിട്ടുള്ള സംഭാവനയും അതിൽ ചേർക്കുമായിരുന്നു. അവരുടെ കയ്യിലുള്ളതും അവരതിലേക്ക് ചേർക്കും, കുറച്ച് മറ്റേ ആ പ്രദേശത്തുള്ള ആളുകളിൽ നിന്നും സംഭാവനയായിട്ട് വാങ്ങിക്കുകയും ചെയ്യും. ഹോളിയുടെ പേരിൽ അവരങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. और शहर जाकर जमा चंदे से कई क्रिकेट सामग्री के साथ एक ഷീൽഡ് भी खरीद ली. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഷഹർ ജാക്കർ, പട്ടണത്തിൽ പോയിട്ട് അവർ ശേഖരിച്ചിട്ടുള്ള ആ സംഭാവനകൾ ഉപയോഗിച്ചിട്ട്, ജമാ ചന്ദേ പറഞ്ഞാൽ ശേഖരിച്ചു വെച്ചിട്ടുള്ള സംഭാവനകൾ ഉപയോഗിച്ചിട്ട്, നയി ക്രിക്കറ്റ് സാമഗ്രി, പുതിയ ക്രിക്കറ്റ് സാധനങ്ങളൊക്കെ, സാമഗ്രികളൊക്കെ അവർ വാങ്ങിക്കുമായിരുന്നു. അതോടൊപ്പം സാത്ത്, അതിൻ്റെ കൂടെ തന്നെ, ഏക് ഷീൽഡ് ബി, ഒരു ഷീൽഡും കൂടെ അവർ വാങ്ങിക്കുമായിരുന്നു. 4 दिनों तक चलने वाले उनके इस टेस्ट मैच में जीतने वाली एक टीम का उस शील्ड पर कब्जा होना तय था. 4 दिनों तक चलने वाले, 4 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന, 4 ദിവസം വരെ അവർ നടത്തുന്ന, ഉൻകെ ഇസ് ടെസ്റ്റ് മാച്ച്, അവരുടെ ആ മാച്ചിൽ, ടെസ്റ്റ് മാച്ചിൽ, ജീത്നെ വാലി ഏക്ക് ടീംക്കോ, വിജയിക്കുന്ന ഒരു ടീമിനാണ് അവർ ആ ഷീൽഡിൻ്റെ അധികാരം നൽകുന്നത്. ആ ഷീൽഡിൻ്റെ അവകാശം ഇനി ആർക്കായിരിക്കും? കബ്ജ പറഞ്ഞ അവകാശം. ആ ഷീൽഡിന് അവകാശിയാവുന്നതാരാണ്? ആ 4 ദിവസം നീണ്ടു നിൽക്കുന്ന അവരുടെ ടെസ്റ്റ് മാച്ചിൽ വിജയിക്കുന്നതാരാണോ ആ വിജയിക്കാണ് അവർ ഈ ഷീൽഡ് സമ്മാനമായിട്ട് നൽകുന്നത്. അതിൻ്റെ അധികാരം ഇനി അവർക്കാണ് ഉണ്ടായിരിക്കുക. ലഡ്കെ ദോ ടീമോമേ ബാണ്ടേ, അങ്ങനെ ആ ആൺകുട്ടികളെല്ലാവരും 2 ടീമുകളായിട്ട് വിഭജിക്കപ്പെട്ടു. ബാണ്ടിന് പറഞ്ഞാൽ വിഭജിക്കുക, അവർ 2 ടീമായിട്ട് തിരിഞ്ഞു. അവർ കുച്ച് ദിനവും അഭ്യാസ് ബി കർത്തേ രഹേ, കുറച്ച് ദിവസങ്ങൾ അവർ പരിശീലനം നടത്തി. അഭ്യാസ് ബി കർത്തേ രഹേ, കുറച്ച് ദിവസം അവർ പരിശീലനം നടത്തി. ഫിർ അപ്പനി അപ്പനി ടീം കോ ജിതാനെ കെ ലിയെ മൈതാൻ മേ ഉതർ ഗയെ, പിന്നീട് സ്വന്തം ടീമിനെ വിജയിപ്പിക്കാൻ വേണ്ടി, ജിതാന വിജയിപ്പിക്കുക, ജിതാനെ കെ ലിയെ വിജയിപ്പിക്കാൻ വേണ്ടി, മൈതാൻ മേ മൈതാനത്തിലേക്ക് ഇറങ്ങി. കേശവ് കോ കിസി ബി ടീം മേ ജഗഹ് നഹി മിലി തി, കേശവന് ഒരു ടീമിലും ഇടം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ജഗഹ്, ഒരു ടീമിലും അവന് സ്ഥാനം, അല്ലെങ്കിൽ അവന് കളിക്കാൻ ഒരു ടീമിലും ഇടം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ഇന്ന് എടുക്കാം. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് എടുക്കാം. കാരണം ഇത് വളരെ വലിയ ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ 3 വീഡിയോ ആയിട്ട് എടുക്കാൻ മാത്രം വലിയ ചാപ്റ്ററാണ്. പക്ഷേ നമ്മളിത് 2 എണ്ണമായിട്ടാണ് എടുക്കുന്നത്. ഒരു പാർട്ട് നമ്മൾ ഇന്ന് എടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത പാർട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എല്ലാവരും ക്ലാസ് നന്നായിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കുക. ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ചില മീനിങ്ങുകളൊക്കെ പറയാൻ വിട്ടു പോയിട്ടുണ്ട്. അതൊക്കെ മീനിങ് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ നോക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് മീനിങ് മനസ്സിലാക്കാൻ പറ്റും. മീനിങ് മാത്രമായിട്ട് ഫസ്റ്റ് പാർട്ട് എടുത്താൽ ഫസ്റ്റ് പാർട്ടിൻ്റെ മീനിങ് മാത്രമായിട്ട് ചെയ്യാം. സെക്കൻഡ് പാർട്ട് എടുത്തിട്ട് സെക്കൻഡ് പാർട്ടിൻ്റെ മാത്രം മീനിങ്ങും ചെയ്യാം. ഓക്കെ, പിന്നീട് ഇതിൻ്റെ 1 വേർഡ് ക്വസ്റ്റ്യൻ, ഡയറി, പത്ര, പടുക്കഥ മുതലായ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾ ക്ലാസ് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ രേഖപ്പെടുത്തണം. തീർച്ചയായാലും എന്തായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ
എന്തുമാവട്ടെ അത് നിങ്ങൾ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.